(2025-26) വർഷത്തെ ഉന്നമനം ലക്ഷ്യമാക്കി 5 ദിവസത്തെ വെക്കേഷൻ അറബി അധ്യാപക പരിശീലന ക്യാമ്പ് അത്യന്തം ഉജ്ജ്വലവും പ്രഭാവപരമായിരുന്നു. ഭാഷാവിദ്യാഭ്യാസത്തിൽ അത്യുത്തമത്വം ലക്ഷ്യമിട്ടുകൊണ്ട് അധ്യാപകരുടെ വൈദഗ്ധ്യം വർദ്ധിപ്പിക്കാനും അധ്യാപന രീതികളിൽ നവീനത നൽകാനും ഈ ക്യാമ്പ് ഉദ്ദേശിച്ചു. വിവിധ സെഷനുകളിലൂടെ അറബി ഭാഷയുടെ അധ്യാപനത്തിലെ ആധുനിക സമീപനങ്ങൾ, സംസ്കൃതി മൂല്യങ്ങൾ, ശൈലി വ്യത്യാസങ്ങൾ, TLM നിർമ്മാണം എന്നിവ ഗൗരവപൂർവ്വം ചർച്ച ചെയ്തു. മികച്ച മാർഗനിർദ്ദേശങ്ങളും ആധികാരിക ശിക്ഷണവും ഈ ക്യാമ്പ് പങ്കെടുത്ത എല്ലാ അധ്യാപകർക്കും വലിയ പ്രചോദനമായി മാറി. വളരെ ആവേശത്തോടെയാണ് 1-ാം ദിവസത്തെ പരിപാടികൾ ആരംഭിച്ചത്. ആദ്യമായി മഞ്ഞുരുക്കൽ. ഗ്രൂപ്പിങ്ങിലൂടെ അംഗങ്ങളെ 5 ആക്കി മാറ്റി. ഗ്രൂപ്പാക്കാൻ വ്യത്യസ്ത പൂക്കളുടെ പേരിൽ 5 ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. അവയുടെ ലിങ്കിന്റെ QR കോഡ് നോട്ട്ബുക്കിൽ ഒട്ടിച്ചു നൽകി. കോഡ് സ്കാൻ ചെയ്ത് ഗ്രൂപ്പിൽ ഓരോ അംഗങ്ങളും അംഗമായി. അൽ ജൗരിയു, അൽ ഖസാമിയു, അസ്സൂസൻ, അത്തൗലീബ്, അദ്ദഹ്നൂൻ എന്നീ പുഷ്പങ്ങളുടെ പേരിലാണ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയത്. രണ്ടാമത്തെ സെഷനിൽ 1-ാം ക്ലാസ്സിലെയും 3-ാം ക്ലാസ്സിലെയും പാഠപുസ്തകം വിശകലനം ചെയ്തു. ഇതിന്റെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയായിരുന്നു. 1-3 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളെ വിശകലനം ചെയ്യുക. വിനിമയം ചെയ്തപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ ഓരോരുത്തരും കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധ്യമായ പരിഹാരങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് അവതരിപ്പിച്ചു. പൊതുമേഖല പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നു. 3-ാമത്തെ സെഷനിൽ വിദ്യാഭ്യാസ സമീപനങ്ങളാണ് ചർച്ച ചെയ്തത്. വിദ്യാഭ്യാസ സമീപനങ്ങൾ 5 ടോപ്പിക് അടങ്ങുന്ന ഫയലുകൾ ഗ്രൂപ്പിൽ വിതരണം ചെയ്തു. ആശയങ്ങൾ സംഗ്രഹിച്ച് ഓരോ അധ്യാപകരും 1 മിനിറ്റിൽ ഒതുങ്ങുന്ന ഷോർട്ട് വീഡിയോ തയ്യാറാക്കി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച് അവതരിപ്പിച്ചു. ശേഷം പ്രസക്തമായ 2 ചോദ്യങ്ങൾ സദസ്സിൽ ഉള്ളവരോട് ചോദിച്ചു. മറുപടി പറയാനും അതുമായി ചർച്ച ചെയ്യുവാനും അവസരം ഉണ്ടാക്കിയിരുന്നു. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയായിരുന്നു. പാഠ്യപദ്ധതി മുന്നോട്ട് വെക്കുന്ന ദാർശനിക അടിത്തറയെക്കുറിച്ച് അധ്യാപകർക്ക് ധാരണ നൽകുക. പുസ്തകങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന അടിസ്ഥാന ദർശനം എന്ത് എന്ന് തിരിച്ചറിയുക. വിദ്യാഭ്യാസ രംഗത്ത് രൂപം കൊണ്ട ദർശനങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച നേടുക. രണ്ടാം ദിവസം പാഠപുസ്തക അവതരണം ക്ലാസ് 2-ന്റേത് നടന്നു. RP ഗ്രിഡ് അവതരിപ്പിച്ചു. ആദ്യ യൂണിറ്റ് RP അവതരിപ്പിച്ചു. ബാക്കിയുള്ള 5 യൂണിറ്റും 5 ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്ത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ചു. 2-ാം ക്ലാസ്സിലെ ആക്ടിവിറ്റി ബുക്ക് RP തരം തിരിച്ച് ആവശ്യമായ വിവരങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകി. മൂന്നാം ദിവസം 4-ാം ക്ലാസ്സിലെ പാഠപുസ്തക അവതരണം നടത്തി. RP ഗ്രിഡ് അവതരിപ്പിച്ചു. ആദ്യ യൂണിറ്റ് RP അവതരിപ്പിച്ചു. ബാക്കിയുള്ള 5 യൂണിറ്റും 5 ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്ത് ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ചു. മൂല്യനിർണ്ണയങ്ങളെക്കുറിച്ചും അവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മൂല്യനിർണ്ണയ ഘട്ടങ്ങളെക്കുറിച്ചും ഈ സെഷനിലൂടെ അധ്യാപകർക്ക് ധാരണ ലഭിച്ചു. ഉൾച്ചേർക്കൽ വിദ്യാഭ്യാസം BRCയിലെ സ്പെഷ്യൽ ടീച്ചർ ഈ സെഷൻ കൈകാര്യം ചെയ്തു. ലക്ഷ്യങ്ങൾ: വിവിധ കാരണങ്ങൾ കൊണ്ട് പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങ് നൽകാൻ അധ്യാപകനെ പ്രാപ്തനാക്കുക.
പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ ആശയവിനിമയ കഴിവ് മെച്ചപ്പെടുത്തുക. ആത്മവിശ്വാസവും സഹകരണ മനോഭാവവും വികസിപ്പിക്കുക. സാമൂഹിക ഉൾച്ചേർക്കലും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുക. 2ാം ക്ലാസ്സിലെ ടീച്ചിങ് മാനുവൽ നിർമ്മാണ പരിശീലനം നൽകി. 5ാം ദിവസം സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം സർക്കാർ ഉത്തരവ് ചർച്ചയ്ക്ക് വിധേയമാക്കി. സ്ലൈഡുകൾ ഉപയോഗിച്ച് RP വിശദീകരിച്ചു. 4ാം ക്ലാസ്സിലെ ടീച്ചിങ് മാനുവൽ നിർമ്മാണ പരിശീലനം നൽകി. അക്കാദമിക മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്തു. വ്യക്തിഗത അക്കാദമിക മാസ്റ്റർ പ്ലാനിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി. സ്കൂൾ അക്കാദമിക മാസ്റ്റർ പ്ലാനും ചർച്ചയ്ക്ക് വിധേയമാക്കി. സൈബർ ബുള്ളിംഗ് ആൻഡ് ഗ്രൂമിംഗ് സൈബർ ലോകത്തെ വിവിധ തട്ടിപ്പുകളെക്കുറിച്ചും കുറ്റകൃത്യങ്ങളെക്കുറിച്ചും അധ്യാപകർക്ക് ധാരണ നൽകി. ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തേണ്ടതിൻ്റെയും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ബോധവൽക്കരണം നടത്തേണ്ടതിൻ്റെയും ആവശ്യകത ബോധ്യപ്പെടുത്താൻ ഈ സെഷൻ കൊണ്ട് സാധിച്ചു. 5 ദിവസത്തെ പരിശീലനം കഴിയുമ്പോൾ വിവിധ സെഷനുകളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയും മാറിയ പാഠപുസ്തകത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള പരിപൂർണ ധാരണയും സംശയ നിവാരണവും നൽകാനും സാധിച്ചു. 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലെ TMകൾ പരിചയപ്പെടാനും പരിശീലിക്കാനും സാധിച്ചുവെന്നതും ഈ കോഴ്സിന്റെ വിജയമാണ്. സന്തോഷത്തോടെ നിറം മനസ്സോടുകൂടിയാണ് മുഴുവൻ അധ്യാപകരും ഈ പരിശീലനം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയത് എന്നത് എടുത്തു പറയേണ്ടത് തന്നെ ആണ്. ഗ്രൂപ്പ് ലീഡർ മുനീർ മാഷിന്റെ റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു. ഈ വർഷത്തെ ട്രെയിനിങ് സമഗ്രവും സമ്പൂർണവും സമ്പുഷ്ടവും സങ്കീർണതകളില്ലാത്തതും ലളിതവുമായിരുന്നു. മുൻകഴിഞ്ഞ ട്രെയിനിങ്ങുകൾക്ക് വ്യത്യസ്തമായി മൊഡ്യൂളുകൾ തീർക്കാൻ വേണ്ടി മാത്രം പ്രയത്നിക്കുന്ന RPമാരെയല്ല നമ്മൾ കണ്ടത്. മാറി വന്ന 2-4 ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകൾ സമഗ്രമായി പരിചയപ്പെടാനും ചർച്ചയ്ക്ക് വിധേയമാക്കുവാനും TM ഉണ്ടാക്കുവാനും TLM കണ്ടെത്തുവാനും കൂടുതൽ സമയം കിട്ടി എന്നത് ഈ ട്രെയിനിങ്ങിന്റെ ഏറ്റവും വലിയ നേട്ടമായി കാണുന്നു. നവാഗതയായി കടന്നു വന്ന സെൽമ ടീച്ചർ ഈ ട്രെയിനിങ്ങിന് ഏറെ സമ്പുഷ്ടമാക്കി. സഫീർ സാറും വഹാബ് സാറും എടുത്തു പറയേണ്ടവർ തന്നെയാണ്. അധ്യാപനം പാഷനായി സ്വീകരിച്ച ഗഫൂർ സാർ ട്രെയിനിങ്ങിന് അത്ഭുതപ്പെടുത്തി. വിരമിച്ച അബൂബക്കർ സാറിന്റെ ഇടപെടൽ ട്രെയിനിങ്ങിന് കൂടുതൽ പ്രചോദനമാക്കി. 5 ദിവസത്തെ ട്രെയിനിങ്ങിൽ അറബി ഭാഷ അധികം ഉപയോഗിച്ചില്ല എന്നുള്ളത് ഒരു കുറവായി തോന്നുന്നു. എന്നിരുന്നാലും അവസാനത്തെ ദിവസം സഫീർ സാറിന്റെയും സെൽമ ടീച്ചറുടെയും TLMന്റെ പ്രദർശനം ഒരു അറബിക് അന്തരീക്ഷം ക്ലസ്റ്ററിൽ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. മുൻകഴിഞ്ഞ ട്രെയിനിങ്ങുകളെക്കാൾ ആത്മവിശ്വാസത്തോടെയും സംതൃപ്തിയോടെയുമാണ് ഇന്നലെ 5 ദിവസം പൂർത്തിയാക്കുമ്പോൾ കിട്ടിയത്. അണിയറയിൽ പ്രവർത്തിച്ചവർക്ക് സർവശക്തൻ ആരോഗ്യത്തോടെയുള്ള ആയുസ് നൽകി കൂടുതൽ രംഗത്ത് ശോഭിച്ചു നിൽക്കുവാൻ തൗഫീഖ് നൽകട്ടെ. മൊത്തത്തിൽ കഴിഞ്ഞ വർഷങ്ങളെക്കാൾ ഈ വർഷത്തെ അധ്യാപക അവധിക്കാല പരിശീലനം വളരെ ഉപകാരപ്രദമായിരുന്നു. RPമാരുടെ ഇടപെടലുകൾ പരിശീലനത്തിന്റെ മാറ്റുകൂട്ടി. മാറിയ പാഠപുസ്തക ചർച്ചകൾ കൂടുതൽ ഉപകാരപ്രദമായി എന്ന് പരിശീലനത്തിൽ പങ്കെടുത്ത എല്ലാവരും ഒറ്റസ്വരത്തിൽ അഭിപ്രായപ്പെട്ടു. മികച്ച ആത്മവിശ്വാസത്തോടെയാണ് അംഗങ്ങൾ ക്ലാസ് റൂമിലേക്ക് തിരികെ പോകുന്നത്.